നമസ്കാരം. എവിടെ നോക്കിയാലും കൈയിട്ടുവാരലുകളും അഴിമതികളും മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവർ തന്നെ അഴിമതികൾ കാണിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് തന്നെയാണ് പണിയായി മാറുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഒരു വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളും വിവരങ്ങളുമൊക്കെ ഇപ്പോൾ പുറത്തുവരുന്നു. ദില്ലി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കണ്ടെത്തിയെന്ന ആരോപണത്തിൽ അന്വേഷണ റിപ്പോർട്ട് സുപ്രീം കോടതി പുറത്തുവിട്ടു. തെളിവുകൾ അടങ്ങുന്ന റിപ്പോർട്ടാണ് സുപ്രീം കോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ കത്തിക്കരിഞ്ഞ കറൻസി നോട്ടുകളുടെ ചിത്രവും റിപ്പോർട്ടിലുണ്ട്. ഇതാണിപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ദില്ലി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ സമർപ്പിച്ച റിപ്പോർട്ടാണ് സുപ്രീം കോടതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തത്. സുതാര്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സുപ്രീം കോടതി നടത്തിയ അപൂർവമായ നീക്കമാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ആരോപണം നിഷേധിച്ചുകൊണ്ടുള്ള ജസ്റ്റിസ് വർമ്മയുടെ മറുപടിയും റിപ്പോർട്ടിലുണ്ട്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിലെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ച കെട്ടുകണക്കിന് നോട്ടുകെട്ടുകൾ കത്തിക്കരിഞ്ഞ നിലയിലാണ്. 15 കോടിയോളം രൂപയുടെ നോട്ടുകളാണ് കണ്ടെത്തിയതെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയെന്ന് സ്ഥിരീകരിക്കപ്പെട്ടതോടെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ചേർന്നുള്ള സ്റ്റോർ റൂമിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവം പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു, ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് GS സന്താവലയ, മലയാളിയും കർണാടക ഹൈക്കോടതി ജഡ്ജിയുമായ അനു ശിവരാമൻ എന്നിവരുടെ സമിതി അന്വേഷിക്കും. ജസ്റ്റിസ് വർമ്മയെ ജുഡീഷ്യൽ ജോലികളിൽ നിന്ന് മാറ്റി നിർത്താൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു. അതേസമയം ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയില്ലെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ ദില്ലി ഫയർഫോഴ്സ് മേധാവി അതുൽ ഗാർഗ് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ശനിയാഴ്ച നിലപാട് മാറ്റി. മാർച്ച് 14 രാത്രിയിലാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിൽ തീപിടുത്തമുണ്ടായത്. തീ കെടുത്താൻ സ്ഥലത്തെത്തിയ അഗ്നിശമന സേന അംഗങ്ങളാണ് പണം കണ്ടെത്തിയത്. അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ജുഡീഷ്യൽ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്താനും നിർദ്ദേശമുണ്ട്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ജസ്റ്റിസ് വർമ്മയിൽ നിന്ന് കൂടുതൽ വിശദീകരണം തേടാനും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ദില്ലി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ഉപാധ്യയോട് നിർദ്ദേശിച്ചു. അതേസമയം ഹൈക്കോടതി ജഡ്ജിയുടെ ഔദ്യോഗിക വസതിയിലുണ്ടായ തീപിടുത്തത്തിനിടെ കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന് 3 അംഗ സമിതിയെ രൂപീകരിച്ചത് സുപ്രീം കോടതിയാണ്. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു, ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് GS സന്താവലിയ, മലയാളിയും കർണാടക ഹൈക്കോടതി ജഡ്ജിയുമായ ജസ്റ്റിസ് അനു ശിവരാമൻ എന്നിവരാണ് അന്വേഷണത്തിലെ അംഗങ്ങൾ. ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് അനധികൃത പണം കണ്ടെത്തിയെന്ന ആരോപണത്തെ തുടർന്ന് സുപ്രീം കോടതിയുടെ കൊളീജിയം യോഗം ചേർന്നിരുന്നു. സംഭവത്തിൽ ദില്ലി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര അന്വേഷണത്തിന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉത്തരവിട്ടത്. ചീഫ് ജസ്റ്റിസ് ഉപാധ്യായയുടെ റിപ്പോർട്ട് പരസ്യപ്പെടുത്താനും സുപ്രീം കോടതി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ തുടർ നടപടികളായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.